വെൽക്കം ബാക്ക് ടു അവർ മല്ലൂർ നോക്കൗട്ട് ചാനൽ. നമ്മ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ കോസ്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ മനസ്സിലായ റോപ്പ് എടുത്തിട്ടുണ്ട്, നേരെ ഇടിക്കുക. ഒന്നും പറയാല്ല, 1000 കിലോമീറ്റർ അവയല്ലോ, അടുത്താണല്ലോ, എല്ലാം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടേ പുള്ളി പറയുള്ളൂ ഗൈസ്. അപ്പൊ തുടങ്ങാം ഗൈസ്. എന്താണ് പറയാനുള്ളത് ഈ കാർഡിനെ പറ്റി? ഏത് കാർഡിനെ കുറിച്ച് ഇപ്പൊ പറയാ? 2 കാർഡുണ്ട്. ഇപ്പൊ മൊത്തം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 312 കുറിച്ച് കേൾക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ പറയാൻ 313 ഗൈസ്. കാരണം 312 is old. 312 പറ്റി പറയാം, കാരണം അതൊന്നും പറയാനല്ല. സ്ട്രിക്ലിനെ പറ്റി അപ്പൊ ഗൈസ് ടുഡേ 313 എന്താണ് ആ കാർഡിനെ പറ്റി ഇപ്പൊ തോന്നുന്ന അഭിപ്രായം? താങ്കൾ കഴിഞ്ഞ 312 ഷിറ്റ് ചെയ്താണല്ലേ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് 312 പറ്റി, കാർഡിനെ പറ്റി? 313 ആദ്യം തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരും വരെ നമ്മൾ ഓഡ്സ് നോക്കിയല്ല. അപ്പൊ ഈ ആംഗലേവ് ഫേവറേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ നോക്കുമ്പോ, ഇപ്പൊ ലേറ്റസ്റ്റ് നോക്കുമ്പോ ഒരു പൊടിക്ക് അലക്സ് പെരേര ഫേവറേറ്റ്. ആ -115 ആയിരുന്നു. ഇപ്പൊ -115 അലക്സ് പെരേര. ആംഗലേവ് -105. പൊടിക്ക് വ്യത്യാസമുള്ളൂ. പിക്കുന്നതിന് കുറച്ചും കൂടി ഏത് രീതിയിലോട്ട് വേണമെങ്കിൽ പോവാം. ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫൈറ്റ് അതിനെ ഗൈസ്. ഇത് ഞങ്ങൾ എടുത്ത് നോക്കിയിട്ട് പായെ തുറന്ന് പറയാൻ പറ്റി 2 ഫൈറ്റേ ഉള്ളൂ. ഗേച്ചി പിന്നെ അലക്സ് പെരേര, പിന്നെ ബോബി ഗിരിനൊക്കെ എങ്ങനെയാണ് പറയുന്നത്? അതാണ് മറ്റേ ഫൈറ്റിംഗ് നൈറ്റ്സിൽ അവനാണ് മൗറിഷ്യോ റഫി. അങ്ങനെ എന്തോ. പക്ഷെ അവന്റെ കോർണറിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞ് എമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴുള്ള അവനാണ്. എടാ പക്ഷെ ഫൈറ്റിന് ശരിയാണ്, ഓക്കെ. എന്നാലും അത് നിനക്ക് അവന്റെ ഫൈറ്റ് കാണാനായിട്ട് ചാമ്പാവെന്നൊക്കെ തോന്നുന്നുണ്ട്. ചാമ്പാന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു അപ്കമിങ് ആണ്, പ്രോസ്പെക്ട് ആണ്. ഓക്കെ അപ്പൊ ഗൈസ് ഫസ്റ്റ് ഞങ്ങൾക്ക് ജസ്റ്റിൻ ഗേജി വീസസ് ഹുക്കർ ആണ് ദ ബാറ്റിൽ ഓഫ് സിറ്റി പറയുകയാണ്. എനിക്ക് സത്യം പറഞ്ഞ ഗൈസ് ഇത് ഈ ഫൈറ്റിന്റെ ഒരു ഇഷ്യൂ ഞാൻ ആദ്യം തന്നെ പറയാം. ഹുക്കർ ഗേച്ചിനെ തോപ്പിച്ചെന്നിരിക്കട്ടെ, nobody want to see ഹുക്കർ വീസസ് ഇസ്ലാം റീമാച്ച്. അത് മാത്രമല്ല ഗേച്ചി ഇസ്ലാമും വന്നു കഴിഞ്ഞാലും നമുക്കറിയാം ഫൈറ്റ് എങ്ങനെ ഉണ്ട് എന്ന്. അതുകൊണ്ട് ഈ ഫൈറ്റ് ഒരു എക്സൈറ്റിംഗ്, പക്ഷെ ഒരു ഭാവിയിലേക്കുള്ള എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഫൈറ്റ് ചാമ്പ്യൻഷിപ്പ് ലെവലിലോട്ട് നയിക്കുന്ന ആൾ ഈ ഫൈറ്റ്. ഇന്നിപ്പോ അർമാന് ചാൾസ് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് ആണ്. കാരണം അർമാന് ചാൾസിന്റെ വിന്നർ ഇസ്ലാമായിട്ട് വരും. കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ഫൈറ്റ് ഇസ്ലാമിന് കൊടുക്കാനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ഗേച്ചി എന്ന് പറഞ്ഞാൽ ഡസ്റ്റിൻ പോറിയറിനെയൊക്കെ പോലത്തെ ഒരു ഫൈറ്റ് ആയിക്കോളൂ ഇസ്ലാമിനെ, അതിനെ കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലേ? പക്ഷെ നല്ലല്ലേ വേറൊരു രീതിയിൽ ആരെങ്കിലും ഇസ്ലാമിന് ഗേച്ചിയുടെ പേര് റെക്കോർഡിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം ഇപ്പൊ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇസ്ലാമിലെ റെക്കോർഡിലുള്ള പേരുകള് 155 അത്രയൊന്നും ഇല്ല, നല്ലതൊന്നും ഇല്ല. ആകെ പറയാറുണ്ട് പൊറിയർ, ചാൾസ്, അർമാൻ ഏത് അർമാൻ? പണ്ടത്തെ അർമാൻ. പിന്നെ അല്ലാണ്ട് ടോപ്പ് 5 ഇപ്പൊ ഞാൻ പറഞ്ഞത് ടോപ്പ് 5 ആൾക്കാരാണ്. അപ്പൊ ജസ്റ്റിൻ ഗേജ് ഇപ്പോഴും ടോപ്പ് 5 പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇസ്ലാമിന്റെ ലെഗസി ഇത് ജസ്റ്റിൻ ഗേജിനെ തോപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ലെഗസി ഇവിടെ എത്തൂല. സെയിം തന്നെ പോകുള്ളൂ. നീ പറഞ്ഞത് നമ്പർ സ്റ്റാക്ക് ചെയ്യാം. പക്ഷെ അർമാനെ റീമാച്ച് തോപ്പിക്കുന്ന അത്രയും ഇത് കിട്ടോടാ? അത്രയും വരില്ല. ഒരു ക്യാമ്പ്രോട്ടിന് തോപ്പിക്കുന്ന അത്ര ഇത് കിട്ടോ? ഇല്ല. ക്യാമ്പ്രോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റൈലിസ്റ്റിക് രണ്ട് ടൈം പറഞ്ഞ ആൾക്കാർ ജസ്റ്റിൻ ഗേജ് ക്യാമ്പ്രോട്ടിനെ കൂടുതൽ തോപ്പിക്കും. ഞാൻ പറയട്ടെ, ഒരു ഫിസിയോ ഈ മസ്റ്റാക്കിച്ച പോയി ചെയ്യാൻ കുറച്ച് എക്സൈറ്റഡ് ആയാലേ നല്ല രീതിയിൽ. അല്ല ഇപ്പൊ ഹുക്കറും ഗേജും വെച്ച് നോക്കുമ്പോ ഹുക്കറിന്റെ ഫസ്റ്റ് റൗണ്ട് മറ്റേ ഡൊമിനേഷൻ നമ്മൾ കണ്ടതാണ്. അപ്പൊ പിന്നെ ഹുക്കർ ഒന്നും കൂടി വരാൻ താല്പര്യമില്ല. ഇനിയിപ്പോ ഹുക്കറും ഗേച്ചി വെച്ചിട്ട് ഗേച്ചി വന്നാ പിന്നെ സീനില്ല, കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അപ്പൊ ഫൈറ്റിന്റെ തുടങ്ങി 2 പേര് അഗ്രസീവ് സ്ട്രൈക്കേഴ്സ് ആണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ഗേച്ചി ഡിഫെൻസീവില് ചിലപ്പോ ഹോൾസ് കാണിക്കാറുണ്ടെങ്കിലും കുറച്ചും കൂടി ബെറ്റർ മോസ്റ്റ് ലീത്തൽ സ്ട്രൈക്കർ ഗേച്ചിയാണെന്നല്ലേ നീ പറയുള്ളൂ കമ്പാരിറ്റീവ്ലി? റിയൊക്കെ മറ്റേ അഫ്രിദി വെട്ടണ പോലത്തെ അത് കറക്റ്റ് ആയിട്ട് ഗേച്ചി കമ്മിറ്റിയുടെ ഷോട്ട്സ് കൊണ്ടാനൊക്കെട്ടാണ്. അത് കറക്റ്റ് അനാലിസ് ചെയ്യാൻ പറഞ്ഞ. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, ഗേച്ചി കമ്മിങ് ബാക്ക് ആഫ്റ്റർ ബീയിങ് ഡെഡ് ഇൻ ദ ഒക്ടഗോൺ ഫോർ 5 minutes. എന്നിട്ട് കാണിക്കണം ഉസ്മാനെ കേട്ട് അതേ നോക്കോട്ടെ
ഇങ്ങനെ എടുത്തെറിഞ്ഞ് നോക്കൗട്ടായ രീതിയിൽ ലാൻഡ് ചെയ്തേക്കണം, ഡ്രില്ല് ചെയ്താ ഗേജിയുടെ 2 തലയിൽ തൊക്കി പിടിച്ചിട്ടില്ലേ തലയിൽ എടുത്തിട്ടേക്കണ്. ഗൈസ് ഒന്നാമത് ഡാമേജിലാണ്. ചെറുപ്പത്തിൽ 2-ാം വയസ്സിലാണ് ഗേജ് തലയിൽ ഇങ്ങനെ അമ്മയുടെ വീണത്. അതിനുശേഷമാണ് ഗേജ് ഇങ്ങനെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയത്. അതേപോലെ പിന്നെ ഈ പ്രായത്തിലും കാണിക്കുള്ളൂ ഗൈസ്. അത് ഇത്രയും ശോകമാട്ടോ. എന്തെങ്കിലും ആവട്ടെ പോട്ടെ. അപ്പൊ പ്യൂർ ബ്രേക്ക് എന്ന് പറയുമ്പോൾ രണ്ടൊരു സ്റ്റാൻഡേർഡ് ബാറ്റിലായിക്കോളും. ജസ്റ്റിൻ ബീബറിന്റെ ബോക്സിംഗ് കുറച്ചുകൂടി ക്രിസ്പാണ്. ഈ ഹുക്കറിന്റെ കിക്ക് ബോക്സിംഗ് ആണ്. പക്ഷെ കേറ്റിയുടെ ലോ കിക്ക് കബീബ് വരെ 3 വർഷം കാലടിച്ച് വേദനിപ്പിച്ചാണ്. അപ്പൊ ലോ കിക്ക് ചിലപ്പോൾ ഫാക്ടർ ആയേക്കാം. ഹുക്കറിന്റെ കിക്ക് ബോക്സിംഗിന് തോന്നിയിട്ടുള്ള ഹുക്കറിന്റെ കിക്ക് ബോക്സിംഗ് ഒരു ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരുന്ന. പക്ഷേ ഈ ടാറ്റു അടിച്ചു കഴിഞ്ഞിട്ട് ഹുക്കർ എന്തോ പ്രത്യേകം എന്തോ വ്യത്യാസം വന്നിട്ടാ നല്ല ഇച്ചിരി ബെറ്റർ ആയോ. കഴിഞ്ഞ ഫൈറ്റ് ഇല്ലേ ഗാമറോട്ടായിട്ടുണ്ട് കഴിഞ്ഞ ഫൈറ്റ്, അതിലൊക്കെ ഒരു എവിടൊന്നും ഇല്ലാത്ത കൊറേ പോക്കർ ഫേസ് ഒക്കെ കളിച്ച് ഐഡി കൊണ്ട് ഐ ലവ് ദിസ് ഷിറ്റ് എന്നൊക്കെ പറഞ്ഞതൊക്കെ. പക്ഷെ എന്നാലും പക്ഷേ ഹുക്കർ ജയിക്കൂലെന്നാണ്. ഞാനും കഴിച്ചിട്ട് 60-40 റേഷ്യോയില് 65-35 ഞാനും ഗേച്ചിലോട്ടാണ് പോണത്. എനിക്കറിയില്ല ഗേച്ചി ആഫ്റ്റർ ബീങ് ഡെഡ് രണ്ടാമത്തെ ജന്മം എങ്ങനെയാണെന്ന് അറിയില്ല. അതും കൂടി നോക്കണം. പക്ഷെ ഞാൻ വിത്ത് ഗേച്ചി പിന്നെ അതേപോലെ എനിക്ക് എക്സൈറ്റഡ്. നല്ല കാണാൻ കൊള്ളാമെങ്കിൽ ഇമ്പോർട്ടൻസ് രീതിയിൽ വേണ്ടിയതല്ല. പിന്നെ ഗൈസ് ബാക്ക് ടു അവർ ഈ പേപ്പർ വ്യൂ, the man around which this fight card is built on, Alex Potten Pereira vs Ankalaev. Guys, ഞാൻ ഈ ഫൈറ്റ് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫൈറ്റ്സ് ഓഫ് ഓൾ ടൈം. ഇത് എന്റെ ഒപ്പീനിയൻ ആയിട്ട് ഞാൻ പറയാൻ പോണ. ആരും കേട്ടെടുക്കണ്ട, എന്റെ ഒപ്പീനിയൻ കേട്ടോ. ഈ ഫൈറ്റ് അലക്സ് പെരേര അങ്കലേവിനെ ഒരു ടേക്ക് ഡൗൺ എങ്കിലും ഡക്ക് ചെയ്ത് തോപ്പിച്ച, അല്ലെങ്കിൽ ഒരു ടേക്ക് ഡൗൺ സ്റ്റഫ് ചെയ്ത് തോപ്പിച്ച അലക്സ് പെരേര ഈസ് എ ലെജിമേറ്റ് ചാമ്പ്യൻ. ഞാൻ അലക്സ് പെരേരനെ കുറെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം UFC അലക്സ് പെരേരക്ക് ഫേവറബിൾ മാച്ചപ്പ് കൊടുത്തുകൊണ്ട് മാത്രം. പക്ഷെ ഇതിലൊരു ടേക്ക് ഡൗൺ ഒക്കെ സ്റ്റഫ് ചെയ്ത് തോപ്പിച്ച സമ്മതിച്ച്, ഒരു ടേക്ക് ഡൗൺ സ്റ്റഫ് ചെയ്യാണ്ടാണ് തോപ്പിച്ചെങ്കിലും സമ്മതിച്ച്. അലക്സ് പെരേര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേവിയറാണ് UFC-യുടെ. അപ്പൊ അയാൾക്ക് എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്ന ഇതാണ് റെസ്ലറായിട്ടൊരു ടെസ്റ്റ് വേണം. ഇതിപ്പോ ഒരു പറയുമ്പോ ബ്രാക്കറ്റിൽ ഒരു റെസ്ലർ എന്നേ പറയാൻ പറ്റുള്ളൂ എങ്കിലും, എന്നാലും റെസ്ലറാണ്. പക്ഷെ ഇയാള് അലക്സ് പെരേര ഈ കഴിഞ്ഞ കുറച്ചാളുമ്പോ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ സീനുണ്ട്, പുള്ളി തന്നെ ചോദിച്ചു മേടിച്ചാണെന്നാ പറയണത്. അതെന്തോരം സത്യമാണെന്ന് അറിയാൻ പാടില്ല. ഈ ഫൈറ്റ് നടക്കണ റംദാനില് ഇവൻ കോംപ്രമൈസ്ഡ് ആയിക്കോളൂ. അങ്കലവ് ഫാസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പോണം. അതെന്തെങ്കിലും ആവട്ടെ, ഫൈറ്റ് നടക്കാൻ പോണ ഒറ്റ കാര്യം ഗൈസ്, അങ്കലവ് എന്ന് പറഞ്ഞ ഡാഗസ്ഥാനിൽ റെസ്ലിംഗ് തുടങ്ങിയവനാണ്. പക്ഷേ ഫൈറ്റിൽ റെസ്ൽ അവൻ ചെയ്യാറില്ല. അവൻ ഒരിക്കലും റെസ്ലിംഗ് ഇനീഷ്യേറ്റ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, അവൻ ചെയ്യൂല. അവൻ റെസ്ലിംഗ് ചെയ്യണത് കോംപ്രമൈസ് ആവുമ്പോൾ വേറൊരു നിവൃത്തിയില്ലാണ്ട് വരുമ്പോഴാണ്. പക്ഷേ ഈഗോ മൂത്തിട്ട് റഷ്യനാണെന്ന് അറിയാലോ, റഷ്യൻ മാൻ ട്രാൻസ്ഫോൺ ഈഗോ. റഷ്യക്കാരനായ അലക്സ് പെരേരനെ കൂടി 2 റൗണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ഉറങ്ങും. ദൈവം എനിക്ക് അലക്സ് പെരേരയുടെ കോച്ച് അലക്സിന്റെ കിക്ക് ബോക്സിംഗ് ഹൈലൈറ്റ്സ് ഇതിങ്ങനെ മൊബൈൽ ഇങ്ങനെ പിടിച്ച് കാണിച്ചു. മൊബൈൽ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഗൈസ്. കാരണം കിക്ക് ബോക്സിംഗ് ഫൈറ്റ് അലക്സിന്റെ 5 ഫൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇവന് ഇങ്ങനെ ചെയ്യൂല. അല്ലെങ്കിൽ കഴിഞ്ഞ 5 ഫൈറ്റ് UFC എടുത്ത് നോക്ക്, everybody who strike with the striker got KO'd. അലക്സ് പെരേര one of the best striker in UFC ആണ്. അപ്പൊ ഇനിയും അങ്കലവ് സ്ട്രൈക്ക് ചെയ്യാണ്ട് UFC അലക്സ് പെരേര തോറ്റു കഴിഞ്ഞില്ലേ, അങ്കലവിന് UFC ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻ ആവാനുള്ള യോഗ്യതയില്ല, അതിനുള്ള ഊഹാബോധവും ഇല്ല. പക്ഷേ ഇപ്പൊ ഈ ആംഗലേവിന്റെ സൈഡിന് സ്ട്രൈക്കിങ്ങിന്റെ പറയുമ്പില്ലേ, ഒരു ചെറിയൊരു ആർഗ്യുമെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ UFC കലയിലായിട്ടുള്ള ഫൈറ്റ് 307 സമയത്ത് ഫൈറ്റ് വന്ന ടൈമിൽ എല്ലാവരും പറഞ്ഞ സീനുണ്ട്. എല്ലാവരും അല്ല, ഒരു ചെറിയ നറേറ്റീവ് ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു. സൗത്ത് പോ ആയിട്ട് പ്രശ്നമാണ്. കാരണം കിക്ക് ബോക്സിങ്ങിന്റെ സമയത്താണെങ്കിൽ അടസാനായിട്ടുള്ള ടൈമിലാണെങ്കിൽ സൗത്ത് പോ വരുന്ന സമയത്ത് എപ്പോഴും ഡേഞ്ചർ എലമെന്റ് വരാറുണ്ട്. അപ്പൊ ഈ കലിയിൽ സൗത്ത് പോ ആയിരുന്നു. അപ്പൊ ആ ഒരു നറേറ്റീവ് പുഷ് ചെയ്യാൻ നോക്കി. അപ്പൊ ഈ സെയിം ലോജിക്ക് നമുക്ക് ഇവിടെയും ഉപയോഗിക്കാൻ പറ്റും. കാരണം അങ്കലേം സൗത്ത് പോയാണ്, അങ്കലേം 2 സ്റ്റാൻസ് സ്വിച്ച് ചെയ്യാറുണ്ട്. കൗണ്ടർ ആർഗ്യുമെന്റ് പറഞ്ഞോട്ടെ, അങ്കലവിനേലും അടിപൊളി സ്ട്രൈക്കറാണ്. എന്ന് വെച്ചാൽ മൊയ്ത്തായി മാസ്റ്റർ ചെയ്ത ആളാണ്. ഇതിനു മുമ്പ് അലക്സിന് പ്രോബ്ലം ഉണ്ടായേക്കണ ഗ്ലോറിയിലെ സ്ട്രൈക്കേഴ്സ് അവര് പ്യുവർ കിക്ക് ബോക്സിംഗ് ആണ്. ഈ അങ്കലവ് ഇവരുടെയൊക്കെ ലെവല് കുറഞ്ഞ നല്ല അത്യാവശ്യം എഫക്റ്റീവ് സ്ട്രൈക്കർ ആണെങ്കിലും
ഒരിക്കലും ഒരു ഗ്രേറ്റ് സ്ട്രൈക്കർ അല്ല. ആ ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കണം. അല്ല, ഞാൻ പ്യുവർലി ബേസ്ഡ് ഓൺ ഓർത്തഡോക്സും സൗത്ത് പോ. ഇപ്പൊ ഓരോ ഓർത്തഡോക്സ് വന്നതും ഒരു സൗത്ത് പോ വന്നതും അത് വെച്ച് നോക്കുമ്പോ അലക്സ് പെരേരയുടെ ക്രിപ്റ്റോനൈറ്റ് ആയിട്ട് വന്നത് സൗത്ത് പോയാണെന്നാണ് പൊതുവേ ഉള്ളൊരു പാറ്റേൺ. അപ്പൊ ആ പാറ്റേൺ ഇവിടെ ഉണ്ട്. പക്ഷെ സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. പക്ഷെ ആ ഒരു ജസ്റ്റ് ആ ഒരു സൗത്ത് ഓർത്തഡോക്സ് ആ പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. അലക്സ് പെരേര ജീനിയസ് ആണ് സൈനിൽ. കാരണം നിങ്ങൾ ബ്രേക്ക് ബോളിലൊക്കെ കാണാൻ പറ്റും, ഒരു മൈക്രോ സെക്കൻഡിലേക്കാണ് പുള്ളി വീഡിയോ എടുത്ത് പുള്ളിയുടെ കാൽക്കുലേഷൻ എടുത്തു. അവന്റെ അലക്സ് പെരേരയുടെ വെയിറ്റ് വിക്ടറി കാഫ് കിക്സ് മാൻ. ഇത്രയും ബെസ്റ്റ് കാഫ് കിക്സ് യൂസ് ചെയ്യില്ല. അങ്കലവിന്റെ കാഫ് കിക്ക് ബോക്സിംഗ് ഹെവി സ്റ്റാൻസ് ആണ്. ആയതുകൊണ്ട് ബോക്സിംഗ് ഹെവി സ്റ്റാൻസ് ഉള്ള ആൾക്കാർ അറിയാല കാലിൽ കൂടുതൽ വെയിറ്റിട്ടേ ഇരിക്കുള്ളൂ. അപ്പൊ ഓരോ കിക്കും ഇരട്ടി ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് കാല് ഡിസ്റ്റർബ് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. ഞാൻ അന്ന് പറഞ്ഞ സാധനല്ലേ, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ആഗ്രഹ വന്ന് ഞാനായിട്ട് റെസ്ലിംഗ് ഉപയോഗിച്ചപ്പോഴാണ് ഒരു കാലിന് അടി കിട്ടി, സ്റ്റാൻസ് സ്വിച്ച് ചെയ്ത് മറ്റേ കാലിന് അടി കിട്ടി പോയി, രണ്ട് കാലും പോയി കഴിഞ്ഞപ്പോ ഓക്കെ റെസ്ൽ ചെയ്ത്. ഇപ്പൊ പെരേര ആദ്യമേ തന്നെ 2-3 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ തന്നെ കാല് പോകും. അങ്ങനത്തെ ഒരു സീനിലാണ് നിൽക്കുന്നത്. മംഗലവിന്റെ കാര്യം. അപ്പൊ ആദ്യമേ കാലിട്ട് അടിക്ക, ആദ്യമേ കാലിട്ട് അടിച്ചു കഴിഞ്ഞാൽ റെസ്ൽ ചെയ്യും. അപ്പൊ ആദ്യമേ കാലിട്ട് അടിക്കേണ്ട തലക്കിട്ടടിക്കാൻ നോക്കുക. ഇത് പക്ഷെ കറക്റ്റല്ലേ? ശരിയാണ്. തലക്കടിക്കാൻ നോക്കണം. ഈ പറഞ്ഞ പോയിന്റ് ഉള്ള പക്ഷെ തലക്കടിക്കണ ഞാൻ യോജിക്കില്ല. കാരണം തലക്കടിക്കുമ്പോ ടേക്ക് ഡൗൺ ചെയ്യാൻ അത്രയും കൂടുതൽ ചാൻസ് ആണ്. അപ്പൊ മനസ്സിലായി പീക്ക് ബ്ലോക്ക് ചെയ്യാൻ കാലടിക്കുമ്പോഴാണ് ബ്ലോക്ക് ചെയ്യാൻ കുറച്ചും കൂടി ചാൻസ്. ഞാൻ ടേക്ക് ഡൗൺ ചെയ്യും. ഇപ്പൊ പറഞ്ഞ പോയിന്റ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് ബെസ്റ്റ് എപ്പോഴാണ് അലക്സ് പെരേര ലെഫ്റ്റ് ഹുക്കും കാഫ് കിക്കും. അപ്പൊ ആ കാഫ് കിക്ക് ഉപയോഗിക്കൊണ്ടിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം ആദ്യത്തെ റൗണ്ടിൽ ഒരു 12 കാഫ് കിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോംപ്രമൈസ് ആയി. പിന്നെ ടേക്ക് ഡൗൺ എൻട്രീനെ വരെ അത് എഫക്ട് ചെയ്യും. അപ്പൊ ബെസ്റ്റ് വെപ്പൺ മറ്റേ ബെസ്റ്റ് വീക്ക്നെസ്സിനെ ട്രിഗർ ചെയ്യണതാണെങ്കിൽ ബെസ്റ്റ് വെപ്പൺ ഉപയോഗിക്കണമെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ അലക്സ് പെരേര പാത്ത് വിറ്ററിയില്ല. 2 വഴികളും ഒന്ന് ഇതുമാണ്. പക്ഷെ ആ പാത്ത് എടുത്തു കഴിഞ്ഞാൽ പാത്ത് ലൂസ് മാറാലോ. ഞാൻ പറയണ ഒരു കാഫിക്ക് ടീക്കയോ ഉണ്ടായാലോ. അല്ല ഇപ്പൊ ഞാൻ ഈ കാല് 2 പോയി കഴിഞ്ഞിട്ട് റെസ്ലില് ഫണ്ടാവണതാണോ? എനിക്ക് ശരിയാണ്. പക്ഷെ നീ പറഞ്ഞ പോലെ എനിക്ക് അലക്സ് പെരേരക്ക് ലെക്കില്ലാണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. അവന്റെ കോഡിംഗ് പ്രോഗ്രാമിൽ ഇമ്പ്യൂൺഡ് ആണത്. ഒരിക്കലും അറിയില്ല. അത് ഇപ്പോഴും ഓവറോഡ് ജീവിക്കാൻ എത്തിയല്ലേ മില്യണർ അലക്സ് ഉണ്ടായിട്ട്. അത് കുഴപ്പമില്ല, നല്ല ഏട്ടനാണ്. അത് കുഴപ്പമില്ല. എന്നിട്ട് അതിന്റെ വീഡിയോ ബാക്കി പറഞ്ഞല്ലോ. അലക്സിന് ഭയങ്കര വിഷമമായി പോയി, എക്സ്പോസ് ആയി പോയി എല്ലാവരുടെ മുമ്പിൽ. ഡെഡ് ബീറ്റ് ബ്രദർ എന്നുള്ള കാര്യത്തിൽ എക്സ്പോസ് ആയി പോയി. അത് കഴിഞ്ഞിട്ട് അലക്സ് വീഡിയോ കട്ട് കളഞ്ഞു. അലക്സ് ഇപ്പൊ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പുറത്തായപ്പോ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയല്ല, ആ ഹെൽപ്പ് ചെയ്യണ ഭാഗം കട്ട് ചെയ്തത്. ഹെൽപ്പ് ചെയ്യണ ഭാഗം കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയണ ഭാഗം കട്ട് ചെയ്തത്. പണ്ട് ചെയ്ത പിന്നെ ഇപ്പോഴും അത് പണ്ടത്തെ കാര്യം. ഇപ്പൊ സെർച്ച് ചെയ്തിട്ടാ സിസ്റ്റർ സ്റ്റിൽ ഡെലിവറിംഗ് ഊബർ. ഈ ഫൈറ്റ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ഫൈറ്റ് എന്റെ രീതിയിൽ പോകുമ്പോഴെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഹൈപ്പോത്തറ്റിക്കൽ കേട്ടാ. എന്റെ ഇവന്റ് മെമ്പർ പറയും ഈ ഫൈറ്റ് ഫസ്റ്റ് റൗണ്ട് ഫീലിംഗ് ഔട്ട് പ്രോസസ്. ഫസ്റ്റ് റൗണ്ടിൽ അങ്കലവ് പകുതി വെച്ചൊരു ടേക്ക് ഡൗൺ അറ്റംപ്റ്റ് ചെയ്താൽ ഞാൻ സമ്മതിച്ച് അങ്കലവ് ജയിക്കും. 2 റൗണ്ട് സ്റ്റാൻഡപ്പ് ആണെങ്കിൽ അങ്കലവ് തോക്കും. എനിക്ക് ഉറപ്പാണ്. ഞാൻ വേറെ റൈറ്റ് ഒന്നും പറയാനുള്ള. അങ്കലവ് തോക്കും. നിന്നിടിക്കാൻ പറ്റൂല. എനിക്ക് ഏകദേശം ഉറപ്പാണ്. കാരണം നമ്മിത് ആരായിട്ട് ഈ അലക്സിനെ കമ്പയർ ചെയ്യണം. നമ്മ ആരായിട്ട ഇതിനു മുമ്പ് അങ്കലവിന്റെ നോക്കൗട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അലക്സിനെ അല്ല നോക്കൗട്ട്. അലക്സിന്റെ ലെവലല്ല. ശരിയാണ്, ഒരു പഞ്ചർ കൊള്ളിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ. പക്ഷെ അലക്സ് ഇപ്പൊ പ്രൈമിലാണ്. അലക്സ് സീംസ് ടു ഗെറ്റ് ബെറ്റർ വിത്ത് എവരി ഫൈറ്റ്. അത് എങ്ങനെ പോസിബിൾ ആണ്. അപ്പൊ അത്ര അങ്കലവ് ഇഫ് അങ്കലവ് അറ്റംപ്റ്റ് ടേക്ക് ഡൗൺ ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ഹി വിൽ ഗെറ്റ് ദാറ്റ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയണ്ട, ടേക്ക് ഡൗൺ ചെയ്ത് ജാനിന് ഇട്ടതിന് ശേഷം ജാൻ പോലും എണീറ്റില്ല പൊക്കത്തുനിന്ന്. പിന്നെ ടേക്ക് ഡൗൺ ഇട്ട് താഴെ വീണ പിന്നെ അലക്സ് എണീക്കാൻ പോകണട്ടാ. അത് പറഞ്ഞേക്കാം. ഡിയർ അലക്സ് പെരേര ഫാൻസ്, he is not getting up if Angalaf take him down. ഞാനിപ്പോ എനിക്ക് എന്റെ ഇപ്പോഴത്തെ ഒരു ഏളി പിക്ക് നമ്മ ആ ടൈം ആകുമ്പോ ഒന്നും കൂടി ഇടാം. പക്ഷെ എന്നാലും ഇപ്പൊ ഏളി പിക്ക് എനിക്ക് അലക്സിന്റെ തോന്നുന്നു. കാരണം പക്ഷെ
ഈ ഫുള്ള് ഈഗോ, ആ ഈഗോ എങ്ങനെ പ്ലേ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈഗോ അലക്സിന്റെ ഫേവറിലാണ് പ്ലേ ചെയ്യണമെങ്കിൽ ഇപ്പൊ നിന്നിടിക്ക, ആദ്യമൊക്കെ പറഞ്ഞ പോലെ നിന്നിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നിടിച്ച് കഴിഞ്ഞാ പെട്ടിയും പൂട്ടി വീട്ടിൽ പോകാൻ പറ്റും റമദാന്. അപ്പൊ പെരുന്നാൾ ചെറിയ പെരുന്നാൾ സൂപ്പർ ആയിട്ട് ആഘോഷിക്കും. പട്ടിണി വെറുതെ പോകും ഗൈസ്. അപ്പൊ പക്ഷേ അലക്സിന് മറ്റേ ഫവേലയില് പള്ളിപ്പെരുന്നാൾ നടത്താൻ പറ്റും. അതാണ് വേറെ കാര്യം ജയിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയും പറയാം, റംദാൻ ടൈമിൽ പട്ടിണി കിടന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇത്തിരി ബുദ്ധി ഉപയോഗിക്കണം ഗൈസ്. ഫൈറ്റിംഗ് എന്ന് പറഞ്ഞ ചെസ് ഗെയിമാണ്. ഫൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവനെ ഫൈറ്റ് ജയിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവനാണ്, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവനാണ് ഫൈറ്റ് ജയിക്കണം. ടേക്ക് ഡൗൺ ഉപയോഗിക്കാണ്ട് അലക്സ് സ്ട്രൈക്ക് ചെയ്ത് തോപ്പിക്കാൻ നോക്കിയാൽ തോറ്റേ. അത് അത്ര പൊട്ടനാണ്. അലക്സിന്റെ പൊട്ടൻ ഇരട്ട പേര് ഞാൻ അങ്കലവ് പൊട്ടൻ എന്ന് വിളിക്കണം ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ എന്റെ ഇപ്പോഴത്തെ പിക്ക് അങ്കലവ് ഇഫ് ഹി ലൂസസ് ഇസ്രാസലി 60-40. അല്ലെ അങ്കലേവ് ഈ പറഞ്ഞ ഈ ഐക്യു ഉപയോഗിച്ചു കഴിഞ്ഞാൽ അങ്കലേവ് ഡിസേർവിംഗ് അല്ല 205 ടൈറ്റിൽ അല്ല. അതുമാത്രല്ല യുഎഫ്സിന്ന് കട്ട് ചെയ്ത് PFL വെച്ചിട്ട് PFL ഒരു ഫൈറ്റ് ബുക്ക് ചെയ്തിട്ട് ഒരു ഫൈറ്റ് ചെയ്യിക്കാണ്ട് ബെഞ്ചിലൊക്കെ ചിലപ്പോ കക്കേനെ ഇരുത്തിയില്ലേ മോറിനോ, അതേപോലെ ബെഞ്ചിൽ ഇരുത്തത് ഒരു ഫൈറ്റിംഗ് കൊടുക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളത് ഗൈസ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഈ ഫൈറ്റിനെ പറ്റി. ഇനി അഡ്രസ് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ, അൻഷുദ് ജുബിലി ദ കബീബ് കില്ലർ. കബീബ് റിട്ടയർ ആവാൻ കാരണം അൻഷു ജൂബിലി ആണ് കേട്ടോ. അൻഷു ജൂബിലി പൊട്ടൻഷ്യലി വരുമെന്നാണ് കബീബ് റിട്ടയർ ആയത് പോലെ പറയണ്ട. ഓക്കെ, എനിക്ക് ഇന്ത്യൻ ഫാൻസിനോടൊക്കെ പറയാനുള്ള ഗൈസ് ഒരു കാര്യം, ഒരു യൂണിവേഴ്സൽ ലോ, മാക്സോളെ തോറ്റു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മാക്സോള ട്രോൾസ് ഉണ്ടാവും. ഡിസ്ട്രിക്ട് കേസ് നോക്കോട്ടെ, അടുത്ത ദിവസം ഡിസ്ട്രിക്ട് ട്രോൾസ് ഉണ്ടാവും. അതിന് മാത്രമല്ല ഗൈസ്, നിങ്ങൾ ഒരു ആലോചിക്കണം, ഇന്ത്യ ഇസ് ദ മോസ്റ്റ് ഹേറ്റഡ് റേസ് ഇൻ 2025. ഇത് ശക്തമായ അറിവുള്ള ആളാണ്, എമ്പുള്ള ആളാണ്. റേസിസം നമ്മൾ ഇന്ത്യക്കാർക്ക് കിട്ടും. അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു കിട്ടി, ഒരു ജീവിനെ കിട്ടി, ഒരു സാക്രിഫിഷ്യൽ ലാമിനെ കിട്ടി, അൻഷു ജൂബിലി. അത് ഈ ആഴ്ച അവർ ട്രോളും. നമ്മ അതിന് എല്ലാം റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞില്ലേ അവർക്ക് മനസ്സിലാവും നമ്മൾ ട്രിഗർ ആയെന്ന്. ഇത് മൈൻഡ് ചെയ്യരുത്. മാത്രമല്ല അൻഷു ജൂബിലിയുടെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്, UFC-ൽ 1ഉം 2ഉം വിന്നുള്ള ആൾക്കാരാണ് സാധാരണ ഐ വിൽ ബീറ്റ് കബീബ് എന്ന് പറയണ. ഒഫീഷ്യലി ഒരു അൺറാങ്ക്ഡ് ഫൈറ്ററായിട്ട് പോലും UFC-ൽ വിന്നില്ലാത്ത ആൾക്കാർ ലോകത്തിൽ തന്നെ കണ്ട ഏറ്റവും വലിയ ഫൈറ്ററായ ഇവനാ ഐ വിൽ ഡു എനിത്തിങ് ടു ഹിം, ഐ ക്യാൻ ഡു എനിത്തിങ് ടു കബീബ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം പോലും പറയൂല അങ്ങനെ. അപ്പൊ അത് ഡിസർവിങ് ആണ് കുറച്ച്. പക്ഷെ നമ്മിപ്പോ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ നോക്കിയേ ആ ഫൈറ്റ് എങ്ങനെയാണ് നോക്കോട്ടാ. ഈ ഫേക്ക് ജാബ് എറിഞ്ഞപ്പില്ലേ ഗൈസ്, റിയാക്ട് ചെയ്യാനായിട്ട് അൻഷു ജൂബിലി ഇതിങ്ങനെ പെറിയിട്ടേക്കണ്. ഈ സെയിം മിസ്റ്റേക്ക് ആണ് അവന്റെ അടുത്ത ഫൈറ്റിൽ നടന്നത്. അപ്പൊ ഓവർ ഹാൻഡർ ലാൻഡ് ചെയ്തേ കണ്ടാ, ഒന്നും കൂടി ജാബ് ചെയ്തേ കണ്ടാ, ഫേക്ക് ജാബ് റിയാക്ഷൻ ഓവർ ഹാൻഡർ ആയിട്ട്. ഈ സെയിം മിസ്റ്റേക്ക് അവൻ കഴിഞ്ഞ ഫൈറ്റിൽ അവൻ തോറ്റ ഫൈറ്റ് ചെയ്താണ്. ആ സെയിം ട്രാപ്പ് തന്നെയാണ് അറ്റ്പോൺ ചെയ്ത. ഇതൊക്കെ ഹയസ്റ്റ് ലെവൽ ഓഫ് ഗെയിംസിൽ ഇങ്ങനെ കോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇത്തിരി ഒരു ബാഡാണ് ഗൈസ്. അത് ആ പാറ്റേൺ പോലും ഫിക്സ് ചെയ്തില്ല. കഴിഞ്ഞ ലോസിൽ ആ പാറ്റേൺ പോലും ഫിക്സ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഡിസർവിംഗ് ലോസ് ആണ്. അത് സ്റ്റോപ്പ് ആയതെങ്കിലും ആ ഫൈറ്റ് മാറ്റം തന്നെ ജയിക്കണമെന്ന് എനിക്ക് തോന്നണം അല്ലേ. പിന്നെ ഈ ട്രോളും മറ്റേതും മറിച്ചൊക്കെ ഇപ്പൊ ആര് പറഞ്ഞ ഇപ്പൊ ഇലിയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ. ഇലിയെ ഒന്ന് തോക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാര് ആ ക്ലിപ്പെല്ലാം ഇറക്കാൻ വേണ്ടി. ഇപ്പൊ ഒബ്വിയസ് ആണ് ഇതിങ്ങനെ കിട്ടുന്നുള്ളത്. ഈ ഒരു സോഷ്യൽ മീഡിയയില് എല്ലാം കിട്ടും. അത് മറ്റിങ്ങനെ പൊത്തിപ്പിടിക്കാനോ പറ്റൂല. അതിങ്ങനെ വന്നോണ്ടിരിക്കും, ഡാം പൊട്ടിയ പോലെ വെള്ളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പാകിസ്ഥാൻകാരെ കൂടി തല്ലെടുത്തിട്ട് കാര്യമില്ല, നേപ്പാളിക്കാരെ കൂടി അല്ലെങ്കിൽ ശ്രീലങ്കക്കാരെ കൂടി അമേരിക്കൻസ് ആയിട്ട് UK-കാരായിട്ട് തല്ലെടുത്തിട്ട് കാര്യമില്ല. ബിക്കോസ് വി ഹാവ് ടു ലേൺ ടു ടേക്ക് ദി എൽ. ഇതിപ്പോ പക്ഷെ ഭയങ്കര ഒരു എല്ലാം ആയിപ്പോയി. അതാണ് പറ്റിയത്. ഇവൻ വരുന്നല്ലേ രണ്ട് വെയിറ്റ് ക്ലാസ് ആണ്. അവൻ ബാൻഡും ഫൈറ്റർ അല്ല പറഞ്ഞ. പിന്നെ അല്ല ഇവൻ ചിലപ്പോ ഒരു അടുത്ത് ഇപ്പൊ ഡാനി ഇതെല്ലാം കാണുന്നുണ്ടാവും. ഡാനി നോക്കുമ്പോ എന്താണ്, മില്യൺ ന്യൂസ്. അപ്പൊ ഈ ഡോസ് ആണെങ്കിൽ ഇന്ത്യയിൽ പോപ്പുലറായി. ഈ മീൻസ് ഇവനെ കൊണ്ട് ഗുണമുണ്ടായിട്ട ഗൈസ്. ഇപ്പൊ അപ്പുറത്തുള്ള ആരെങ്കിലും പെണ്ണുങ്ങൾ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ വീട് ഫേമസ് ആവും എന്ന് പറയില്ലേ, അതേപോലെ ഇവൻ തോറ്റതുകൊണ്ട് ഇന്ത്യയിലെ മീൻസ് കണ്ട് ഇന്ത്യക്കാരൊക്കെ എന്താ അറിഞ്ഞു തുടങ്ങി. കാരണം എല്ലാ ക്ലിപ്പിനും 1 മില്യൺ വ്യൂസ് ഒക്കെ കുറെ ക്ലിപ്പുകളൊക്കെ കിട്ടിയേക്കണം. അപ്പൊ ദോഷം ഉണ്ടായത് ഒരു ഗുണം ഉണ്ടായിട്ടാ.
അതിനിപ്പോ ഡാനൊക്കെ എന്തായാലും മനസ്സിലായി ഇവനെ വിറ്റ് കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റും. കാരണം അത് കാരണം എനിക്ക് പലരും പറയുന്നുണ്ട് കട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഇവനെ കട്ടൊന്നും ചെയ്യണ്ട. ഇവന് അത്യാവശ്യം ഒരു വിന്നബിൾ ആയിട്ടുള്ള ടോണി ഫെർഗസൺ വീസസ് ജൂബിലി അടിപൊളി ഫൈറ്റ് ആയിരുന്നു. ആലോചിച്ച് ടോണി തോറ്റ കുറെ നാളായിട്ട് ടോണി ഒരു ഫൈറ്റും ജയിക്കണം എന്നുള്ള വിഷമം ടോണി ഫാൻസിന്റെ മാറും. ജൂബിലി ജയിച്ച ആദ്യം ഒരു ഇന്ത്യൻ ഒരു നല്ല ഫൈറ്റ് തോക്കുന്ന വിഷമം ഇന്ത്യക്കാർക്കും മാറും. പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും. കറക്റ്റ് ആയിരുന്നു. പക്ഷെ ടോണി പോയി ഗ്ലോബൽ കിളവന്മാരുടെ ലീഗിൽ പോയി. അത് പോട്ടെ ഗൈസ്. പിന്നെ എനിക്ക് പറയാനുള്ളത് സ്ട്രിക്ലൻഡ്. എന്താണ് ഈ സ്ട്രിക്ലൻഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. എന്നിട്ട് സ്വന്തം കോച്ച് തന്നെ പറഞ്ഞേ ഇത് ഇനിയിപ്പൊ സ്ട്രിക്ലൻഡ് റീകൺസിഡർ ചെയ്യണം ഡൂഡിന്റെ ഈ ഗോൾസ് ഒക്കെ. കാരണം വെറുതെ മണിക്ക് വേണ്ടിയാണെങ്കിൽ ഇവിടെ നിക്കണ്ട കാര്യമില്ല. എനിക്ക് കോച്ച് ചെയ്യാൻ താല്പര്യമുള്ളത് വേൾഡ് ചാമ്പ്യൻസിന് മാത്രമാണ്. അപ്പൊ അത് കാരണം സ്ട്രിക്ലൻഡ് നോക്കി ആദ്യം ഈ കോച്ചിനായിട്ട് എതിർത്ത് രാവിലെ കണ്ടപ്പ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ മനസ്സിലാക്കിയ ഈ എറിക്കെന്ന് പറഞ്ഞാൽ പറയണ ഒരു കാര്യം സ്ട്രിക്ലൻഡ് ചെയ്യണില്ല കോർണറി എന്ന് പറയണ. അതുകൊണ്ടാണ് സ്ട്രിക്ലൻഡിനെ അവനിങ്ങനെ പബ്ലിക്കലി എക്സ്പോസ് ചെയ്ത് ഹവാനിയിൽ വന്നിട്ട് പറഞ്ഞു ഇനി ചാമ്പ്യൻഷിപ്പ് താല്പര്യമുള്ള ആൾക്കാർ എനിക്ക് കോച്ച് ചെയ്യാൻ താല്പര്യമില്ലെന്ന്. സ്ട്രിക്ലൻഡ് പറയണതും സ്ട്രിക്ലൻഡ് ചെയ്യണതും കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല. അഡസാനെ സ്ട്രിക്ലൻഡ് ഫൈറ്റ് അഡസാനെ തോക്കാൻ കാര്യം എന്താണ് അലക്സ് പെരെ. ഇപ്പൊ ഇവന്റെ ശരീരത്തില എല്ലാ ഊർജവും ഇവരെടുത്ത് ഒരു കാര്യത്തിന് പ്രയോഗിച്ച് പിന്നെ ഇവനൊന്നും കൊടുക്കാനില്ല. Next we are going to talk about potential next fight fix ചെയ്തു ഓൾറെഡി DDP vs guys. ഭയങ്കര ഇപ്പൊ തന്നെ എക്സൈറ്റഡ് ആണ്. എണീറ്റേക്ക് ഇതിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഏറ്റവും വലിയ കംസത്ത് ഫാനാണ്. പക്ഷെ ഞാൻ ഈ ഫൈറ്റ് 50-50 ആണ് ഗൈസ്. അല്ലെ ഈ സ്ട്രിക്ലൻഡും DDP ആയിട്ട് ഞാൻ DDP ഒരുപാട് റെസ്ലിംഗ് ചെയ്യുമെന്ന് വിചാരിച്ച്. പക്ഷേ റെസ്ലിംഗ് ചെയ്തില്ല. Because he was too comfortable in the striking, hitting point. അപ്പൊ ഈ ഹംസത്തായിട്ട് ഇനി റെസ്ലിംഗ് എങ്ങാനും ഡിഫെൻഡ് ചെയ്ത DDP എനിക്ക് ഞാൻ പറയട്ടെ ഗൈസ്, ഞാൻ DDP 50% ചാൻസ് കൊടുത്തത് 2 റൗണ്ട് കംസത്തായിട്ട് സർവൈവ് ചെയ്ത് വന്ന DDPക്കാണ്. അല്ലാണ്ട് കംസത്തായിട്ട് DDP താഴെ പോകുന്ന കാര്യം കൺഫേം ആണ് ഗൈസ്. അതിൽ ഡൗട്ട് ഇല്ല. കംസത്തിൽ ഡെഫിനറ്റ്ലി ടേക്ക് ഡൗൺ DDP. പക്ഷെ എനിക്ക് വന്ന DDP കാരണല്ലേ DDP കിതച്ചിട്ട് 4ാമത്തെ റൗണ്ട് കഴിയുമ്പോ എവിടെ നിന്നൊക്കെ എനർജി എങ്ങനെയാടാ അത്? മറ്റേ ആ സ്റ്റേഡിയത്തിലുള്ള ഫുള്ള് ഓക്സിജൻ പുള്ളി ഒരു 10 സെക്കൻഡിൽ എടുക്കുന്നത്. നിങ്ങൾ ഹെഷോയാം ഓർമ്മണ്ട സാൻഡ്രിയാസില നമ്മുടെ ലൈഫ് 30 ആയിക്കണ്ടി ഹെഷോയാം അടിച്ചു കഴിയുമ്പോഴേക്ക് ലൈഫ് 100 ആവും. അതേപോലെ DDP 3rd റൗണ്ടിൽ ഹെഷോയാം ചീറ്റ് അടിച്ചിട്ട് പിന്നെ വരുമ്പോ 100% വന്നി എങ്ങനെയാണ് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ 4th റൗണ്ടിലൊക്കെ 100% കംസത്ത് 4th റൗണ്ടിൽ കംസത്ത് അപ്പൊ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ 50 കൊടുത്തത്. കംസത്ത് ഡെഫിനറ്റ്ലി ടേക്ക് ഡൗൺ DDP. പക്ഷെ കംസത്ത് ഫിനിഷ് ചെയ്യും. കാരണം ഗ്രേസി ബ്രാഗൽ 5 യുജു ബ്ലാക്ക് ബെൽസിനെ അരമണിക്കൂർ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് അത്രയും ലെവലിൽ ഗ്രാപ്ലിംഗ് ഉള്ള ആളാണ് DDP. പിന്നെ റിട്ടാർഡ് സ്ട്രെങ്ത് ആണ് DDP കണ്ടത്, റിട്ടാർഡ് സ്ട്രെങ്ത്. അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് അറിയില്ല എങ്ങനെ 50-50 ഗൈസ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഫൈറ്റിന്റെ ബിൽഡപ്പ് ആയിരിക്കും കിട്ടില്ല. ട്രാഷ് ടോക്ക് ആയിരിക്കും പൊള്ളി. കാരണം അമ്മാതിരി ബാക്ക് ആൻഡ് ഫോർത്ത് പറയുന്ന ആൾക്കാരാണ്. DDP ആണെങ്കിൽ കൊള്ളിക്കാൻ വേണ്ടി എന്തും പറയും. അത് കൊള്ളിക്കുന്ന സ്ഥലത്ത് കൊള്ളിക്കുകയും ചെയ്യും DDP. വേറെ സംഭവമുണ്ട്, കംസത്ത് ട്രാഷ് ടോക്ക് ചെയ്യും DDPനാ, അതറിയാം. കാരണം കംസത്തിന്റെ ആകെയുള്ള റേറ്റീവ് ഗേ. DDP എന്ന് പറയുമ്പോൾ ഗേ എന്ന് പറയുമ്പോൾ എംബ്രേസ് ചെയ്യുന്നത് കോച്ചായിട്ടുള്ള ഗേ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കളിക്കുന്നത്. നീ പറഞ്ഞു ഇത്രയും ബുള്ളറ്റ് പ്രൂഫ് മൈൻഡും ആർട്ടിക്കുലേറ്റ് ആയിട്ട് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്ന ഒരാൾ. DDPനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. DDPനെ നമ്മ ചിലവരെ കാണുമ്പോ എനിക്കിഷ്ടമല്ല, ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ. എന്താ കാര്യം ഒന്നും അറിയില്ല. അങ്ങനത്തെ പോലെ UFC ഫാൻസിന് ഇഷ്ടപ്പെടാണ്ടിരുന്ന ഒരാളാണ് DDP. പക്ഷെ DDP നോക്കി ബെസ്റ്റ് ട്രാഷ് ടോക്കർ, ഹാൻസം, അടിപൊളി മെച്ചോർഡ് ആൻസേഴ്സ്, കിടിലൻ പെർഫോമൻസുകൾ, വീട് ബെസ്റ്റ് വേഴ്സ്റ്റ് ഫൈറ്റർ. എന്താണ് ഗൈസ് DDP ഒരു നമ്മുടെ അറിയാണ്ട് പോയ ഒരാൾ. പക്ഷെ പൊട്ടൻഷ്യലി ബിഗ്ഗസ്റ്റ് സ്റ്റാർ. കംസത്തിനെ തോപ്പിച്ച DDPയുടെ അലക്സ് പെരേരയുള്ള ഫൈറ്റ് ഫൈറ്റും തോപ്പിച്ച DDPയുടെ സ്റ്റാർ വാല്യൂ പവർ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ഇതിൽ 312 പോവാം. 312 എന്താണ് നടന്നത്? 312 എന്ത് വേലിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ഞങ്ങള് MMA കമ്മ്യൂണിറ്റിയിലാണ് ചർച്ചയായി പോകും ഗൈസ്. ഷീ ഈസ് ദ ബെസ്റ്റ് ഫീമെയിൽ ഫൈറ്റർ ഓഫ് ദിസ് ജനറേഷൻ. അല്ലെങ്കിൽ ആക്റ്റീവ് ബെസ്റ്റ് ഫീമെയിൽ ഫൈറ്റർ കറയുണ്ടോ? കാരണം ടട്ടൈന ഫോറസ്റ്റിലാണ് എല്ലാവരും ചാൻസ് കൊടുത്തത്. കാരണം ഫീമെയിൽ കബീബ് എന്ന് വിളിച്ച ടട്ടൈന ഫോറസ്റ്റ് നള്ളിഫൈ ചെയ്ത് ഗൈസ്. സ്ട്രൈക്ക് ചെയ്ത് ഗ്രാപ്പിൾ ചെയ്ത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. എന്താ പറയുക പെർഫോമൻസ്? ആ മറ്റേ
മറ്റേ ബോഡി ഷേമിങ് ആണ്, എന്നാലും ക്ഷമിക്കുക. ആ വലിയ തലയില് മറ്റേ വലിയ ടാർഗറ്റ് ആയിരുന്നു തട്ടിയാണ്. അതും ആ ടാർഗറ്റിനെ പല 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 സ്ഥലത്തിട്ട് അങ്ങോട്ട് കൊടുത്ത് അത് ഗ്രൗണ്ടിൽ വന്നപ്പോഴേക്കും ഒരു ഇൻസൈഡ് ട്രിപ്പ് ചെയ്ത് ഷാൻവേലി ടട്ടിയാനെന്ന് എടുത്തിട്ട്. അപ്പൊ എല്ലാവരും ഇത് ടട്ടിയാനെ ഫേവറേറ്റ് ആയിരുന്നു ആ ഫൈറ്റില്. എല്ലാവരും പറഞ്ഞോണ്ടിരുന്ന ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ടട്ടിയാൻ സീനാവും, അടുത്ത ചാമ്പ്യൻ ആണ്. അപ്പൊ എനിക്ക് അത്ര ബയ്യം ചെയ്യാൻ പറ്റിയില്ല ഇതിലോട്ട്. പക്ഷെ എന്നാലും ഓക്കെ, ചിലപ്പോ അങ്ങനെ കാണുമ്പോ വിസിബിളി നോക്കുമ്പോ ബിഗ്ഗർ ആണ് ടട്ടിയാൻ. പക്ഷെ ഫൈറ്റ് നടന്നു ഓരോ റൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഷാൻവേലി കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിക്കൊണ്ട് വന്നോണ്ടിരിക്കുകയാണ്. കൂടുതൽ കംഫർട്ടബിൾ ആയി. ഫിഫ്ത്ത് റൗണ്ട് ഒക്കെ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഡോമിനേഷൻ ആയിരുന്നു. ഒന്നും പറയാനാണ്, ചേച്ചിയെ ശരിക്കും ബൗ ചെയ്യാണ്, അടിപൊളി ക്വീനാണ്. അത് മാത്രമല്ല അവളുടെ ക്യാരക്ടർ പേഴ്സണാലിറ്റി അടിപൊളിയുമാണ്, സൂപ്പർ ആളാണ്. ഈ 125 ആയിട്ട് ഷെവ്ചെങ്കോ വിസ് ഷെവലി വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റ് ആയിരിക്കും. ഐ ആം സ്റ്റിൽ ഗോയിങ് വിത്ത് വേലി ബിക്കോസ് ഷെവ്ചെങ്കോ ഈസ് ഓൾഡ്. എന്താ അത് പറഞ്ഞല്ല, സ്ട്രിക്ലൻഡ് ബാഡ് പെർഫോമൻസ് ആയിരുന്നു. സ്ട്രിക്ലൻഡ് ജാബും ടീപ്പും മാത്രം മൂലക്കുന്ന് മാറി മൂക്കൊടിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കണ്ടില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സ്ട്രിക്ലൻഡ്. ഒരു പ്രാവശ്യം പോലും വിൻ ചെയ്യാൻ ട്രൈ ചെയ്യാൻ പോലും എനിക്ക് ഫീൽ ചെയ്തില്ല ഗൈസ്. ഭയങ്കര സ്ട്രിക്ലൻഡ് ആകെ കണക്റ്റായ പഞ്ച് ലൂപ്പിംഗ് ഹുക്സ്, ഇങ്ങനത്തെ ലൂപ്പ് ചെയ്ത 3 ഹുക്സ് 2 ജാബും. Extremely disappointed with Strickland. I never want to see Strickland in a title fight again. ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാ റെസ്ലിംഗ് ഉപയോഗിച്ചിട്ട് സ്റ്റാൻഡിങ് നിന്നിട്ട് ഫുള്ള് 2 കൈ 2 കാല് പൊക്കത്തും താഴ്ത്തും എല്ലായിടത്തും ഫുള്ള് ഓവറോള് ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതപ്പം DDP കുറച്ച് നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ഫൈറ്റ് അത്ര ക്ലോസ് ആയിരുന്നു. ഇപ്പൊ ഈ ഫൈറ്റ് ഫിനിഷ് ഒരു DDP കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് Strickland for 5 rounds. ഇപ്പൊ ഒരു ഏർലി ഫിനിഷ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്നാലും ഏർലി ഫിനിഷ് ആണെന്നില്ലേലും 5 റൗണ്ട് ഡോമിനേഷൻ DDP ഗ്യാസ് ടാങ്ക് ആണെന്നൊക്കെ പ്രൂവ് ആയില്ലേ 5 റൗണ്ട് ചുമ്മാ. പണ്ട് ഓർമ്മയുണ്ടാ, പണ്ട് 2 റൗണ്ട് കഴിഞ്ഞിട്ട് 3ാമത്തെ റൗണ്ടില് മറ്റേ DDPയുടെ മൂക്ക് സീനായിട്ടൊക്കെയാണ് സർജറി ചെയ്ത് ഗൈസ്. അപ്പൊ അത് കഴിഞ്ഞു ആ സമയത്തായിരുന്നപ്പോ ഇത് മറ്റേ ഗ്യാസ് ടാങ്ക് ഇല്ല, അത് ഹീസ് ബ്രീത്തിങ് ഫ്രം ഹിസ് മൗത്ത് എന്ന് ജോ റോഗൻ എപ്പോഴും പറയുന്നത്. അത് കഴിഞ്ഞ് ഈ വിറ്റക്കർ ആയിട്ടുള്ള ഫൈറ്റിന്റെ ടൈമിലാണ് ഈ സർജറി ചെയ്തത്. അത് കഴിഞ്ഞ് വന്നപ്പോ ഒരു എക്സ്പോണൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായത്. അപ്പൊ ഇതിപ്പോ ഇതിപ്പോ വേറെന്തോ ഡിഫറൻസ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ 50% കംസദാറിന്റെ ഫൈറ്റ് കൊടുത്തേക്കണ വൈസ്. അപ്പൊ ഗൈസ് ഇത്രയല്ലോ. അപ്പൊ അടുത്ത ഇനി ഞങ്ങളുടെ വീഡിയോ അങ്കല വീസസ് പെരേരയുടെ പൊട്ടൻഷ്യൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യാൻ നോക്കുക. കാരണം ഇങ്ങനെ ഒരാഴ്ച വരെ ഉണ്ടാവും. അപ്പൊ കൂടുതൽ വീഡിയോ നോക്കാം. ബിവോൾ ബെറ്റർ ബിവിന്റെ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും.